ഇന്ത്യയിലെ ദളിതും ആദിവാസികളും OBC മാറ്റത്തിലാണ്. ഒരു റവല്യൂഷനൈസ്ഡ് ചേഞ്ച് ഇന്ത്യയിൽ ഉണ്ടാകുവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണക്കാര് ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അത് ഒരു കാരണവശാലും ഇവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഇവർ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റ് 6-7% ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്നും ഈ പിടി മുഴുവനും പോകുമെന്ന് ഇവർക്കറിയാം. ഇതാണ് അതിൻ്റെ കാരണം. അല്ലാതെ മതപരിവർത്തനം, മതം മാറ്റി കള്ളക്കേസ് മാത്രം എടുക്കുകയാണ്. ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കരുത്. ഈ പറയുന്ന ദളിറ്റ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കരുത്, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കരുത്, അവരെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അവൻ ചമാറായിട്ടും ദളിതായിട്ടും അതായത് ഏറ്റവും നീചമായ രീതിയിൽ അവൻ ജീവിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഇതാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കേരളത്തിൽ ചില RSSകാരും സംഘപരിവാർ എന്നെ തെറി വിളിക്കുന്നവർ പറയുന്നത് ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ കൂടെ ഞാൻ പറയാം. അതായത് UGC നോട്ടിഫിക്കേഷൻ സംഭവം ഉണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്, അതായത് HRD മിനിസ്റ്ററാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും വലിയ സംഭവം ഉണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ അതിനെതിരെ വലിയ പ്രകടനം നടന്നു. അപ്പർ കാസ്റ്റുകാർ, ബ്രാഹ്മൺവാദികൾ, അപ്പർ കാസ്റ്റുകാരും താക്കൂറുമാരും അവരില്ല. അതിനിടയ്ക്ക് നിങ്ങൾ കണ്ടൊരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആ ഒരു ചെറിയ സ്പാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഉണ്ടാകാൻ പോകുന്ന വലിയ സ്പാർക്കാണ്. ഇതാണ് ഞാൻ പല വീഡിയോയിലും പറയുന്ന അപ്പർ കാസ്റ്റിനെ ഇവിടുത്തെ ദളിതും ആദിവാസികളും കൂടെ അവരെ ചവിട്ടി ഓടിക്കും. അതിന് വലിയ സമയമൊന്നും ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സൂചനയാണ് UGC നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പല സിറ്റികളിലും പല യൂണിവേഴ്സിറ്റികളിലും ഈ ദളിത് കമ്മ്യൂണിറ്റി OBC അങ്ങ് ഒരുമിച്ചു. കാരണം ഈ OBCക്ക് മനസ്സിലായി അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സംഘപരിവാറും ഹിന്ദു പറയുന്നേ ഉള്ളൂ. അവരുടെ ശത്രു എന്ന് പറയുന്ന അപ്പർ കാസ്റ്റാണ്. അതോടുകൂടി അതങ്ങ് പൊളിഞ്ഞു പോയി. അതോട് അവരങ്ങ് ഒന്നിച്ചു. അവരിപ്പം പറയുന്നത് എന്തുവാ, എങ്ങനെയും ഈ UGC നോട്ടിഫിക്കേഷൻ അതായത് ഗവൺമെൻറ് നടപ്പിലാക്കണം, സുപ്രീം കോർട്ട് ആ സ്റ്റേ പിൻവലിക്കണം. ഇത് തന്നെയാണ് ഇഷ്യൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, 20 വർഷം മുമ്പ് ഇതേപോലെയുള്ള ദളിറ്റ്സും ആദിവാസികൾ ഇതേപോലെ ഇന്ത്യയുടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പ്രകടനം നടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ ഇഷ്യൂ നടക്കും. രോഹിത് വെമുലയുടെ ചെറിയ ഇഷ്യൂ നടക്കും, അവിടെ ചെറിയ ഇഷ്യൂ നടക്കും. ഇന്ന് അങ്ങനല്ല. കാരണം അവർ എഡ്യൂക്കേറ്റഡ്. എന്താ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തുവാ? ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു സോണിൽ 10, 100 അല്ലെ 50 വേക്കൻസി വരുന്നു. ഈ വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നേരത്തെ കാലത്ത് ഈ 50 വേക്കൻസി വരുമ്പോൾ അതിൻ്റെ അകത്ത് റിസർവേഷനും OBC റിസർവേഷനും ഒക്കെ സംഭവങ്ങളുണ്ട്. അതായത് ദളിത് റിസർവേഷൻ, ആദിവാസി റിസർവേഷനൊക്കെ ഉണ്ട്.